ഹലോ. അപ്പോൾ ഇന്നിക്ക് നൈറ്റാണ്. അപ്പോൾ ഞാൻ ഉറങ്ങി സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. നല്ല തീരെ അറിഞ്ഞില്ല. കണ്ണൊക്കെ കണ്ടോ, ഭയങ്കര ഡാർക്കായിരിക്കുകയാണ്. ഞാൻ ഉറങ്ങിപ്പോയി. സമയം 3:30 എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട്. അതൊക്കെ വഴിക്ക് അറിയാം കേട്ടോ. അപ്പോഴേക്ക് നൈറ്റാണ്. അപ്പോൾ ഞാൻ ഒന്ന് റെഡി ആവട്ടെ. ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ വെച്ചാൽ നല്ല ഉറങ്ങിപ്പോയി. രാവിലെ കിടന്നതായിരുന്നു. കണ്ണ് കണ്ടാലറിയാം. കണ്ടോ, നല്ല ഡാർക്കായിട്ടുണ്ട് കണ്ണൊക്കെ. അപ്പോൾ ഞാൻ ഒന്ന് സെറ്റാവട്ടെ. എൻ്റെ ഐഫോൺ അത് കണ്ടോ, ഞാൻ ഐഫോൺ മേടിച്ചു. ആ വീഡിയോ ഞാൻ ഇടണ്ട്. എന്നിടുന്നു ചോദിച്ചാൽ എന്നേലൊക്കെ ഞാൻ ഇട്ടു. അപ്പോൾ ഞാൻ കുളിക്കല്ല, ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഒരുങ്ങി വരും. അങ്ങനെ ഞാൻ റെഡിയായി. ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കണ്ണെഴുതി പൊട്ടെഴുതി ലിപ്സ്റ്റിക് ഇട്ടു. ഇതാ. അപ്പോൾ ഇനി ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോട്ടെ കേട്ടോ. ഹായ്. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ഒരു പക്ഷേ ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് നൈറ്റ് ഈ ഹോസ്പിറ്റലിൽ. കാരണം ഞാൻ റിസൈൻ വെച്ചിട്ടുണ്ട്. 2 month കിട്ടൂലെന്നറിയില്ല, പക്ഷെ വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞതില്ലേ, പൊട്ടുമാഞ്ഞ് സീനിട്ടാ. അയ്യേനെന്താ കാട്ടിയത്? അയ്യേ പോയാ. ഇപ്പം ഞാൻ പൗഡർ ഇട്ടതൊക്കെ പോയില്ലേ? ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു, അതിനത് ഇങ്ങനെയായിപ്പോയി. സീനില്ലല്ലോ. അപ്പോൾ കോട്ടയട്ടെ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടത് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് ഭാഗമാണ്. ഞാൻ ചായയൊക്കെ കുടിച്ചു. നൈറ്റ് ആകുമ്പോൾ നമുക്ക് അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഫുഡേ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച്. അപ്പോൾ വൈകുന്നേരം ചായ കുടിച്ചു. ഞാൻ 5 മണിക്കാണ് ഡ്യൂട്ടി. ഞാൻ പക്ഷേ 4 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി 5 മണി ആവാൻ ഡ്യൂട്ടിക്ക് കയറണം. എന്താ വെച്ചാൽ നൈറ്റ് നല്ല തിരക്കാം, ഉറങ്ങാൻ പറ്റണില്ല. കണ്ണ് കണ്ടോ, ഇവിടെ കണ്ടോ, ബ്ലാക്ക് കളർ ആയിരിക്കുന്നു കണ്ടോ, ഉറങ്ങാഞ്ഞിട്ടാ. അപ്പോൾ ഇനി ഡ്യൂട്ടിക്ക് കയറട്ടെ കേട്ടോ. 4:55 ക്യാൻറ്റീനിൽ വരിക. ചായ കുടിച്ചു. അങ്ങനെ ഡ്യൂട്ടിക്ക് കയറി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ മെഡിസിന് ബില്ലടിക്കാണ്ടായിരുന്നു. ലാസ്റ്റ് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങിയ. പിന്നെ നേരെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. കാരണം രാവിലെയും ഉച്ചയ്ക്കൊന്നും വല്ലാണ്ട് ഫുഡൊന്നും കഴിക്കില്ല, നൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ രാത്രി അടിപൊളി ഫുഡ് കഴിക്കും കേട്ടോ. ഗുഡ് മോർണിംഗ്. രാവിലെ ആയി കേട്ടോ. തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഉറങ്ങാനോ പറ്റിയില്ല. അപ്പോൾ പുതപ്പ് മൂടിയിരിക്കാൻ വിചാരിച്ചു. ഇന്നാണെങ്കിലും എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം നൈറ്റ് കഴിയുന്നു. കല്യാണത്തിന് പോകണം, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ പോകണം. ഫ്രണ്ടിൻ്റെ കല്യാണമല്ലേ, പോകാണ്ടിരിക്കാൻ പറ്റില്ല. ബിഫാമിന് 4 വർഷം ഒരുമിച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫാർമസിയിൽ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോകും. അപ്പോൾ നൈറ്റ് വിചാരിച്ച് പോകാണ്ടിരിക്കാൻ പറ്റില്ല, പോകണം. ക്ഷീണമായി, ഉറക്കം വന്നിട്ട് നല്ല ഉറക്കം വരിക. എനിക്ക് ഇന്നലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഡ്യൂട്ടി കയറിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. വലിയ മടുത്തു. റിസൈനാണ്. അപ്പോൾ അടുത്ത 2 month വെച്ചിട്ടുള്ളത്. 2 month കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റും. അപ്പോഴേക്കും വേറെ ജോലി നോക്കണം. ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് വരുന്ന സുഖം ഉണ്ടാവില്ല ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ. ഹോസ്റ്റലിലാവുമ്പോൾ ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുഡൊന്നും ഉണ്ടാവില്ല. രാവിലെ കഴിക്കില്ല, ഉച്ചയ്ക്ക് കഴിക്കില്ല, പിന്നെ രാത്രി വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ വല്ലതും കഴിക്കുക. അപ്പോൾ ഫുഡൊക്കെ സ്കിപ്പാണ്. അപ്പോൾ വീട്ടിൽ പോകണല്ലേ നല്ലത്. ക്ഷീണിച്ചില്ലേ ഞാൻ പണ്ടത്തെക്കാളും. ഞാൻ വീട്ടിൽ പോകാൻ വിചാരിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. സമയം 8:10.
ഇനി ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് വശാട്ടോ. ഹോസ്പിറ്റലിൻ്റെ ബാക്ക് വശമാണ്. ഇനി നേരെ പോയി കടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ പക്ഷെ പറ്റില്ല. ഇന്ന് ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകണം. എന്നാണ് വെച്ചാൽ എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയില്ല. രാവിലത്തെ ഷിഫ്റ്റിൽ നല്ല രാവിലത്തെ തിരക്കിലുണ്ടല്ലോ, രാവിലത്തെ ഷിഫ്റ്റിൽ നല്ല തിരക്കായിരുന്നു. നല്ല പറഞ്ഞ പൊറഞ്ച തിരക്കായിരുന്നു. കിളി പോയി. കണ്ണ് കുറച്ചടച്ചു, പക്ഷേ കുറച്ചും കൂടി അടയ്ക്കണം എന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഇനിയിപ്പോൾ കല്യാണമായിട്ട് അങ്ങനെ പോകും. ഇതിൻ്റെ ലാസ്റ്റ് നൈറ്റാണ്. ഇന്നും കൂടി കഴിഞ്ഞാൽ നൈറ്റ് കഴിഞ്ഞു. ഇനി എനിക്കൊരു നൈറ്റ് ഉണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, നോക്കാം എന്താവും എന്നുള്ളത്. അപ്പോൾ ഇനി കല്യാണത്തിന് പോകണം, കുളിക്കണം. ഒന്നും കഴിച്ചില്ല കേട്ടോ, ഒന്നും കഴിക്കാതെയാണ് ഈ പോക്ക്. വല്ലതും കഴിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ബൈ.